ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് വെൽക്കം ടു ടിങ്കിൾസ്. അപ്പോൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മോദ എന്ന് പറയുന്ന ഫിഷാണ് എടുത്തിട്ടുള്ളത്. നെയ്മീൻ കൊണ്ടും ഈ ഒരു രീതിയിൽ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യം ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും, അതും ചേർത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടെ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലവർ, നല്ലൊരു കോട്ടിംഗ് കിട്ടാനാണ് കോൺഫ്ലവർ കൂടെ ചേർക്കുന്നത്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1-1.25 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് അടച്ച് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കിസ്മിസും കാഷ്യൂ നട്ട്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് എടുക്കാം. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാനിൽ തന്നെ സവാള കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 4 വലിയ സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് നമ്മൾ സവാള അത്രയും ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഫിഷിൻ്റെ പീസസൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഓക്കെ, അത് റെഡിയാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. 4 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റ് അതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഫിഷ് എല്ലാം ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഫിഷ് അത്രയും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഗ്രേവി ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും, കൂടുതലുണ്ടെങ്കിൽ മാറ്റണേ. 2 സവാള, ഒരു 10-12 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലായതുകൊണ്ട് തന്നെ സവാളയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 പീസ് കറുവാപ്പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 3 ഏലയ്ക്ക, ഒരു ചെറിയ പീസ് തക്കോലം, ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ. ഇത്രയും നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും, ഉപ്പ് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, പിന്നെ നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ കൂടെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അരി ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഒരു 80% ഒക്കെ വെന്ത് കിട്ടിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത് കുക്കായി വരട്ടെ. നമുക്ക് ഗ്രേവി ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ ടൈമായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, കാര്യം നമ്മൾ ആദ്യം ഒരു ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിൽ അത്യാവശ്യം മഞ്ഞ കളറ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഓക്കെ, ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ടൊമാറ്റോയും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട്. കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷ് ബിരിയാണിയിൽ ഫിഷിൻ്റെ ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഗ്രേവി ഈ പീസസിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടെ ഈ ഒരു ഗ്രേവി ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണേ. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇപ്പോൾ റൈസ് ഏകദേശം ഒരു 80% ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഊറ്റി മാറ്റാം. ഇനി ഈ ഒരു ഫിഷ് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫിഷിൻ്റെ പീസസ് മാറ്റി വെച്ചിട്ട് ഗ്രേവി മാത്രമാണ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സവാള ഇതുപോലെ ഇതിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി റൈസ് അത്രയും ഇതിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫിഷിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ഫ്രൈ ചെയ്ത സവാളയും കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ഒരു അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്തതാണ്. ഇത് അവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് പച്ചമുളക് കൂടെ ദം ചെയ്യാൻ നേരത്ത് ഇങ്ങനെ വെക്കുമ്പോൾ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും ഇട്ട് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിൻ്റെ പുറത്തായിട്ട് അവിടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ്. ഇതും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുത്താൽ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് വീണ്ടും 1 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.